to High Kitchen. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ സ്റ്റൂ റെസിപ്പിയാണ്. ഇത് ബ്രെഡിൻ്റെ കൂടെ അപ്പം, ഇടിയപ്പം ഇതിൻ്റെ എല്ലാം കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നോക്കാം. അപ്പോൾ ഇനി ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 1/2 ടീസ്പൂൺ മുഴുവനോട് കൂടിയുള്ള കുരുമുളക്, 2 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയും കാര്യങ്ങളും മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഒരല്പം എണ്ണ ചൂടായി കഴിയുമ്പം അതിലോട്ട് ഈ പൊടിച്ചത് എല്ലാം ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഈ സമയം നമ്മുടെ ഫ്ലെയിം വളരെ ലോ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഈ ചേർത്ത സ്പൈസസ് എല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ സ്പൈസസ് പൊടിക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ എണ്ണയൊന്നും ഇല്ലാണ്ട് വളരെ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഈ സ്പൈസസ് എല്ലാം. എന്നിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ ഡയറക്റ്റ്ലി ഇതെല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. അതിനുശേഷം ഇതിലോട്ട് ഒരു 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, നിറയെ കറിവേപ്പില, ഒരു മീഡിയം സൈസ്ഡ് ഇഞ്ചി, പിന്നെ ഒരു 5 പച്ചമുളക് 2ആയി കീറിയത്, ഇതെല്ലാം ചേർത്ത് ഫ്യൂ സെക്കൻഡ്സും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞത് അത് ചേർക്കാം. അത് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സവോളയുടെ കളർ ഒരു പിങ്ക് ഷെയ്ഡ് ആവണം, ബ്രൗൺ ഷെയ്ഡ് ആവാൻ പാടില്ല. കാരണം അല്ലെങ്കിൽ സ്റ്റൂവിൻ്റെ കളറ് വ്യത്യാസം വരും, അതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം വരും. അപ്പോൾ ഒരു പിങ്ക് ഷെയ്ഡായി കഴിയുമ്പം നമുക്ക് ഇവിടെ ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. ഇത് എല്ലുള്ള ചിക്കനാണ്, ബോണുള്ള ചിക്കൻ. കാരണം എല്ലുള്ള ചിക്കൻ ഉപയോഗിക്കുമ്പോഴാണ് ചിക്കൻ സ്റ്റൂവിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് 1/2 കിലോ ചിക്കനാണ്, നന്നായി കഴുകിയെടുത്ത ചിക്കൻ, കഴുകി ക്ലീൻ ചെയ്ത ചിക്കൻ. അപ്പോൾ അത് ചേർക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 1 ഗ്ലാസ് 2ാം പാൽ എടുത്തിട്ടുണ്ട്, തേങ്ങാപ്പാൽ, അതായത് കട്ടി കുറഞ്ഞ 2ാം തേങ്ങാപ്പാൽ. അത് എടുത്ത് അതൊഴിക്കുക. ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം പൊട്ടേറ്റോ ഞാൻ ചെറിയ ക്യൂബ്സ് ഒക്കെ അരിഞ്ഞതുണ്ട്, അതും കൂടെ ചേർക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ചേർക്കാം, വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ചുകൂടി ചേർക്കണം, അത് ചേർക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഈ ചിക്കൻ ഒരു പകുതി വേവ് ആകുന്നവരെ മൂടി വെക്കാം. അപ്പോൾ അതൊരു ഏകദേശം ഒരു 6 മിനിറ്റ് ഒക്കെ കഴിയുമ്പം നമുക്ക് മൂടിയെ തുറന്ന് ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിരുന്നത്, അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അത് മൂടി വെക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് ഒരു 5 കാഷ്യൂനട്ട് 10 മിനിറ്റോളം വെള്ളത്തിൽ സോക്ക് ചെയ്തത് അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക, അതും കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഈ ചിക്കൻ ഫുള്ളി വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ക്യാരറ്റ് ലാസ്റ്റ് ചേർത്ത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, കാരണം ക്യാരറ്റിന് വേവ് കുറവാണ്. അപ്പം പൊട്ടേറ്റോയുടെ കൂടെ ചേർക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് എല്ലാത്തിൻ്റെയും കൂടെ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ക്യാരറ്റ് ചേർത്തത്. പിന്നെ കാഷ്യൂനട്ട് ചേർക്കുന്നത് കറിക്ക് ഒരു ചെറിയൊരു കട്ടി വെക്കാനും പിന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നിങ്ങളുടെ ചിക്കൻ സ്റ്റൂവിന് കാഷ്യൂനട്ട് പേസ്റ്റ് ചേർക്കുവാണെങ്കിൽ കിട്ടുക. അപ്പോൾ ഇത് ഫുൾ വേവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ ടൈമിൽ ഞാനൊരു 5 or 6 ചുവന്നുള്ളി എടുക്കാം. എന്നിട്ട് അത് ചെറിയ വട്ടങ്ങളൊക്കെ ആയിരുന്നു അത് എണ്ണയിലൊന്ന് വറുത്തെടുക്കുക. അത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണോളം വറുത്ത് മാറ്റി വെക്കുക. അപ്പോൾ എനിക്കൊരു 8-9 മിനിറ്റോളം എടുത്തു വീണ്ടും ചിക്കൻ ഫുള്ളി വേവാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചിക്കൻ വെന്തോ നോക്കാം. അതിനുശേഷം ഇത് ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് കട്ടി തേങ്ങാപ്പാൽ, നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ 2ാം പാൽ എടുത്തത് അതേ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ്, 1/4 ഗ്ലാസ് കട്ടി തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളയ്ക്കാൻ ഇടവരുത്തരുത്, കാരണം തിളയ്ക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റൂ അതിങ്ങനെ പിരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഓഫ് ചെയ്തിടാം. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ചുവന്നുള്ളി അതും കൂടി ഇതിനകത്ത് ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഉപ്പെല്ലാം നോക്കുക. ഇപ്പോൾ എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഡെലിഷ്യസ് ആൻഡ് ഈസി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം.
ഇതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചൊരു വെള്ളം പോലെ തോന്നുമായിരിക്കും, പക്ഷെ സ്റ്റൂ ശരിക്കും പറഞ്ഞാൽ അത് ഇരിക്കും തോറും അത് കട്ടിയായിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ലൂസിലെടുത്തത്. പക്ഷേ നിങ്ങൾക്ക് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 2 പാല് 1 ഗ്ലാസ്സിന് പകരം ഒരു 3/4 ഗ്ലാസ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന കട്ടി തേങ്ങാപ്പാൽ അതിനേലും കുറച്ച് കുറവെടുത്താൽ മതിയാകും. ഓക്കെ, പക്ഷേ ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്കിഷ്ടം. കാരണം ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇത് ടേസ്റ്റും കൂടും, അതുപോലെ തന്നെ കട്ടി കുറച്ചുകൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.